ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ചോക്കോ വാനില പുഡിംഗ് ആണ്. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് 1 ലിറ്റർ പാല് വേണം. ഞാനിപ്പോൾ അര ലിറ്റർ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം ആവശ്യത്തിന്. പിന്നെ ഇത് കൊക്കോ പൗഡറാണ്, അത് ആവശ്യമുണ്ട്. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 2 പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെയും മറ്റേത് വാനിലയുടെയും ഫ്ലേവറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. 2 പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട് ഇത് മിക്സാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. കട്ടയില്ലാതെ രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഈ 2 മിക്സും നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ ടൈമിൽ തന്നെ കുറുക്കിയെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. 2 അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഓരോന്നായിട്ട് കുറുക്കിയെടുക്കുകയാണെങ്കിൽ ആദ്യം കുറുക്കിയത് സെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ഒരേ ടൈമിൽ തന്നെ കുറുക്കിയെടുക്കാനായിട്ട് പറയുന്നത്. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. നമ്മളിതിലേക്ക് വേറെ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ രീതിയിൽ രണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്കോ പുഡിങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുറുക്കിയെടുക്കണം. ഇനി നമുക്ക് വാനിലയുടെയും ഇതുപോലെ തന്നെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടും അതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെറ്റാക്കാനായിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക്, ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് സെറ്റാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ ലെയർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മീതേക്ക് വാനിലയുടെ ലെയർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോരോ ലെയറായിട്ട് ഒഴിച്ച് കംപ്ലീറ്റ് അതുപോലെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് ലെയറായിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരൊറ്റ ലെയറായിട്ടാണ് എടുക്കണമെങ്കിൽ ചോക്ലേറ്റ് വേറെ വാനില വേറെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 2 ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ ഇത് ഒരു 1 ലിറ്ററിൻ്റെ പാലിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്രയും ചെയ്യണമെന്നില്ലെങ്കിൽ അര ലിറ്റർ എടുത്താൽ മതി. അപ്പോൾ 1/4 ലിറ്റർ വെച്ചിട്ട് ഓരോ പുഡിങ്ങിനും എടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ച ശേഷം മാത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം.
എളുപ്പത്തിൽ തന്നെ ഇത് പോന്നോളും, കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം, ഉള്ളിൽ ലെയറായിട്ട് എങ്ങനെയാണ് വന്നേക്കണേന്ന് നോക്കാൻ. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗി തന്നെ നമുക്ക് ഇത് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്